കപ്പ വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത്. അതിനായിട്ട് കപ്പ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കപ്പയാണെങ്കിൽ അതിൻ്റെ സ്കിന്നെല്ലാം ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാതെ, എന്നാൽ വലിയ കഷ്ണങ്ങളും വേണ്ട. ഇതിൽ കാണിക്കുന്നത് പോലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും 2-3 പ്രാവശ്യം ഇതിനൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പശപ്പ് പോയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാം ഇതേപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും. ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനെല്ലാം കട്ടാക്കിയിട്ട് വരാം. നിങ്ങളെ അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കടായിക്കകത്ത് കുറച്ചധികം വെള്ളം എടുക്കാം. കടായിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എത്രയാണ് നിങ്ങളുടെ കയ്യിൽ കപ്പ ഉള്ളത് അത്രയും അതിനാവശ്യമുള്ള ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം തിള വരുന്നുണ്ട്. നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള കപ്പ ഇതിലോട്ട് നല്ലവണ്ണം തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ അധികം കുഴഞ്ഞു പോകരുത് ചെയ്യരുത്. ഇതേപോലെ നല്ല കട്ടാക്കാൻ കിട്ടിയും വേണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ബാക്കി നമുക്ക് തയ്യാറാക്കാം. ഇവിടെ 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇടിക്കല്ലിൽ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-2 പ്രാവശ്യം മാത്രം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ആദ്യം കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇത്രയും മതി. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ചതച്ചിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു തേങ്ങാപ്പാൽ റെഡിയാക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ മാത്രം എടുക്കാം. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പാണ് 1-ാം പാല്. 2-ാം പാല് ഒരു മഗ്ഗിലേക്ക് 3/4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കപ്പ എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ പൊളിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് വെന്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിനൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഊറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയെല്ലാം ഇട്ടെടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കപ്പ വേവും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് നല്ലവണ്ണം ഒന്ന് ഈ തേങ്ങാപ്പാൽ ഇതിലോട്ട് പിടിച്ച് വരുന്നത് വിധത്തിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്താലും നല്ലതായിരിക്കും. ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഉടച്ച് കൊടുക്കുന്നില്ല. ഒന്നും കൂടി വറ്റി വരാനുണ്ട്. ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ നിന്ന് എടുക്കണം. ഒന്ന് ചൂടാകാൻ തുടങ്ങുമ്പോൾ മാത്രം ഇതിൽ നിന്ന് കീക്കാം. കണ്ടല്ലോ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ സ്റ്റൗവിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇത് ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല തണുപ്പതിൻ്റെ പേരിലാണ് ഇത് കട്ട കെട്ടിയിട്ടുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം ചൂടായിട്ട് വരണം. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് കുറച്ച് സവാള ഇതേപോലെ നേരിയതായിട്ട് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പച്ചമുളകിന് നല്ല എരിവുണ്ട്.
അതിൻ്റെ പേരിലാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാത്തത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയിലിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഗോൾഡൻ നിറം വന്നതുവരെ നമുക്ക് ഇനിയൊന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പീനട്ട് ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കടിക്കുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കടിക്കുമ്പോൾ ഒന്നും കൂടി ഇറക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ തന്നെ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇളക്കണ്ട, 1 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് മൂടി കൊടുക്കാം. അതിനുശേഷം വേണം ഒന്ന് ഇളക്കാനായിട്ട്. 1 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് മിക്സാക്കി കൊടുക്കണം. നല്ലവണ്ണം മിക്സാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അതെല്ലാം കാണുമ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. തീർച്ചയായും കപ്പ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്തുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പികളൊക്കെ ആയിട്ട് എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണേ. താങ്ക് യു.